ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെയധികം ആൾക്കാർ നമ്മൾ ഡൗട്ട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ്റെ ക്ലാരിഫിക്കേഷൻ നമ്മൾ ക്ലിയർ ചെയ്യാൻ പോകുന്നത്. ദുബായ് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ അല്ലെങ്കിൽ ദുബായ് ഷെയർ മാർക്കറ്റിൽ ഒരു പ്രവാസിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊരു കുറേ ഡൗട്ട്സ് നമുക്കത് വന്നായിരുന്നു. അപ്പം അതിനൊരു ക്ലാരിറ്റിയാണ് ഇന്ന് ഈ വീഡിയോ നമുക്ക് തരുന്നത്. നിങ്ങൾ ഈ വീഡിയോയിൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് ജോജി, ഞാൻ ഇൻവെസ്റ്ററാണ്, NRI ആണ്. NRI ആയിട്ട് ഇരുന്നുകൊണ്ട് എങ്ങനെ നല്ലൊരു പാസീവ് ഇൻകം ഉണ്ടാക്കാവുന്നതും നമ്മൾ അധികം എഫേർട്ട് എടുക്കാതെ എങ്ങനെ നല്ല നല്ല പാസീവ് ഇൻകംസ് ഉണ്ടാക്കാമെന്നാണ് എൻ്റെ വീഡിയോ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ NRI ആയിട്ട് ഒരുപാട് ചിലവുകളുണ്ട്. പ്രത്യേകിച്ച് ഫാമിലി ആയിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ സാലറിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല നമ്മുടെ ചിലവുകൾ. അപ്പം ആ ചിലവുകളെ മീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളൊരു ഫ്യൂച്ചറിലേക്ക് സേവ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ ഒരു സിമ്പിൾ അല്ലെങ്കിൽ ഒരു നല്ലൊരു മെത്തേഡാണ് ഞാൻ എൻ്റെ പഴയ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞു തന്നത്. ഇതുപോലൊരു മെത്തേഡാണ് ദുബായ് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഡിസ്ക്ലെയിമർ ഉണ്ട്. ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി പറയുന്നതാണ്. അത് ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ ആരും എടുക്കരുത്. ഇത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്റ്റഡി നടത്തുക അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറിനോട് നിങ്ങൾ അത് ക്ലിയർ ചെയ്യുകയോ ചെയ്ത് വേണം. ഇത് ജസ്റ്റ് പ്യുവർലി ഫോർ എഡ്യൂക്കേഷൻ പർപ്പസാണ്. പിന്നെ ഈ കാലഘട്ടത്തിൽ ഒത്തിരി തട്ടിപ്പുകളുണ്ട് നിങ്ങളുടെ. അതായത് പെട്ടെന്ന് അക്യൂട്ട് സ്കീമുകൾ ഇഷ്ടംപോലെ നിങ്ങളുടെ അടുത്ത് വരാറുണ്ട്. ഒത്തിരി കോഴ്സൊക്കെ, അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും, നിങ്ങൾക്ക് റിച്ച് ആകാൻ പറ്റും, അങ്ങനെ ഒത്തിരി കോഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ സൂക്ഷിക്കുക. നമ്മൾ ചിന്തിക്കണം, നമുക്ക് അത്രയ്ക്ക് റിച്ച് ആകാൻ പറ്റുമെങ്കിൽ പെട്ടെന്ന് അവരെന്തുകൊണ്ട് അത് റിച്ച് ആകുന്നില്ല, അവരെന്തുകൊണ്ട് നിങ്ങൾക്കത് പറഞ്ഞു തരുന്നതാണ്. നമുക്ക് വെൽത്തി ആകണമെങ്കിൽ ഒന്നൊരു സ്ലോ പ്രോസസ്സാണ് അല്ലെങ്കിൽ ഹൈ റിസ്ക് പ്രോസസ്സാണ്. അപ്പോൾ അവർക്ക് ആ ഹൈ റിസ്ക് ഏറ്റെടുക്കാൻ വയ്യാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് അതിനകത്ത് ചെയ്യിപ്പിച്ച് അവരതിന് കമ്മീഷൻ എടുക്കുന്നു. അപ്പോൾ അങ്ങനത്തെ കുഴികളിൽ പെടാതിരിക്കുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീട്ടിലോട്ട് പോകാം. അപ്പം ദുബായ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. ദുബായ് എന്ന് വെച്ചാൽ വൺ ഓഫ് ദ മോസ്റ്റ് ഫാസ്റ്റ് ഗ്രോയിങ് സിറ്റിയാണ് ഇൻ ദ വേൾഡ്. അപ്പം എല്ലാ കാര്യത്തിലും, അത് ഇൻഫ്രാസ്ട്രക്ചർ ആയിക്കോട്ടെ, ട്രാൻസ്പോർട്ടേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് സെക്ടറിലായാലും UAE എന്ന് വെച്ചാൽ, അല്ല ദുബായ് അല്ലെങ്കിൽ UAE എന്ന് വെച്ചാൽ നമ്പർ 1 ആണ്. അങ്ങനെ ഒരു സിറ്റിയിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കിട്ടുന്നത് അതൊരു വലിയൊരു കാര്യമാണ്. നിങ്ങൾ ഏതൊക്കെ സെക്ടർ എടുത്ത് നോക്കിയാലും ഈ ദുബായ് ആണ് അതിൽ ടോപ്പിൽ നിൽക്കുന്നത്. ഈവൻ ട്രാൻസ്പോർട്ട്, എന്ത് സെക്ടർ എടുത്താലും. അപ്പം ആദ്യത്തെ ഡൗട്ട് ഒന്ന് ക്ലിയർ. ഒരു പ്രവാസിക്ക് ദുബായ് ഷെയർ മാർക്കറ്റിൽ അല്ലെങ്കിൽ ദുബായ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ല? അപ്പം ഇതിൻ്റെ ആൻസർ നമുക്ക് ഡയറക്റ്റ് ദുബായ് ഫിനാൻഷ്യൽ മാർക്കറ്റ് വെബ്സൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് DFM.AE എന്നാണ് ദുബായ് ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ സൈറ്റ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അത് ഓപ്പൺ ചെയ്യുക. അപ്പം അത് അതിൻ്റെ ഒരു ഇൻ്റർഫേസിങ് ഇരിക്കും. ഇതിനകത്ത് നമ്മൾ ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇത് ക്ലിക്ക് ചെയ്യുക. മേൽ കാണുന്ന ഇൻവെസ്റ്റർ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് FAQ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന് താഴോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് ചെക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ട്, ആസ് എ നോൺ UAE റെസിഡൻറ്റ് ക്യാൻ ഓപ്പൺ ആൻ ഇൻവെസ്റ്റർ നമ്പർ. അപ്പം ഇൻവെസ്റ്റർ നമ്പർ ഉണ്ടെങ്കിലേ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അതിനകത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട് യെസ്, Dubai CSD, Dubai Central Security Deposit, is open to investor of any nationality based in any country. Any individual investor can apply for investor number with the Dubai CSD in order to get trade and investing both in DFS and Nasdaq Dubai listed securities. അപ്പം ഇതിനകത്തൊന്ന് ക്ലിയർ ആണ്, നമുക്ക് ഒരു പ്രവാസിയായി നിന്നുകൊണ്ട് ദുബായ് ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ ദുബായ് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. വിത്ത് നമ്മുടെ എമിറേറ്റ്സ് ഐഡി ഉപയോഗിച്ച് നമുക്ക് ഇതിനകത്ത് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. അപ്പം ഈ ഒരു ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് നമുക്കൊരു 3 സ്റ്റെപ്പിൽ ഇത് മനസ്സിലാക്കാം. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ഒരു ഇൻവെസ്റ്റർ നമ്പർ വേണം, ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, അല്ലെങ്കിൽ ഇൻവെസ്റ്റർ കാർഡ്. ആ ഒരു ഇൻവെസ്റ്റർ നമ്പർ നമുക്ക് ആദ്യം വേണം. പിന്നെ നമുക്കൊരു ബ്രോക്കർ വേണം, ഇത് ചെയ്യാൻ വേണ്ടി ഒരു ബ്രോക്കർ. അത് ഓൾറെഡി അഫിലിയേറ്റഡ് ഇഷ്ടംപോലെ ബ്രോക്കേഴ്സ് ഉണ്ട്, നമുക്ക് വഴിയത് മനസ്സിലാക്കാം. പിന്നെ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് പൈസ ഇട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റിങ്ങോ ട്രേഡിങ്ങോ ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെ 3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഫസ്റ്റ് ഇൻവെസ്റ്റർ കാർഡ്. ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമുക്കൊരു യൂസർ ID ഉണ്ടാക്കണം. അപ്പം നമ്മുടെ DFM അതിനകത്തോട്ട് നമ്മൾ വരിക. അത് വരുമ്പോൾ നമുക്ക് ഈ സർവീസ് കാണാൻ പറ്റും. ഈ സർവീസ് നമ്മൾ ക്ലിക്ക് ചെയ്യുക.
ഈ സർവീസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും ലോഗിൻ ടു പറയും. അപ്പോൾ പക്ഷേ നമ്മളിതിനകത്ത് നമുക്ക് അക്കൗണ്ട് ഇല്ലല്ലോ ഓൾറെഡി. നമുക്ക് ദുബായ് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നമുക്ക് ഒരു അക്കൗണ്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഡോണ്ട് ഹാവ് അക്കൗണ്ട്, സൈൻ അപ്പ് കൊടുക്കുക. ഈ സൈൻ അപ്പ് കൊടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും സൈൻ അപ്പ് ഫോർ ഈ സർവീസ്. ഇത് തൊട്ട് താഴെ ഡു യു ഹോൾഡ് ആൻ ഇൻവെസ്റ്റർ നമ്പർ ഇൻ ദുബായ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. അപ്പം നമുക്ക് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റർ നമ്പർ ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കില്ല. അപ്പോൾ ഈ ഫോം മാറും. എന്നിട്ട് നിങ്ങൾ ഇതിനകത്ത് പേര്, ഫസ്റ്റ് നെയിം, സെക്കൻഡ് നെയിം, മൊബൈൽ നമ്പർ, ഇമെയിൽ, പാസ്വേഡ് അടിച്ചിട്ട് ക്രിയേറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ദുബായ് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നമുക്കൊരു ആ പോർട്ടൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോ ട്രാക്ക് ചെയ്യാനും ക്യാഷ് മോണിറ്റർ ചെയ്യാനും ഡിവിഡൻഡ് കിട്ടുന്നതൊക്കെ നോക്കാനും പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്യാനൊക്കെ അത് നമുക്ക് കിട്ടും. പിന്നെ അത് മാത്രമല്ല ഒരു ഇൻവെസ്റ്റർ കാർഡ് അപ്ലൈ ചെയ്യാനും നമുക്ക് ദുബായ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ഈ സർവീസ് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അപ്പം വൺസ് നിങ്ങളിന്ന് രജിസ്റ്റർ ചെയ്യാൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഫർദറിലോട്ട്, അതായത് നിങ്ങൾക്ക് സൈനപ്പ് ചെയ്തതിനകത്ത് കയറാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ സൈനപ്പ് ചെയ്തതിനകത്തോട്ട് പോവാണ് എൻ്റെ അക്കൗണ്ട് വഴി. അപ്പോൾ നമ്മളത് നമ്മുടെ ഡാഷ്ബോർഡിലോട്ട് കയറി നമുക്ക് ഇങ്ങനെയാണ് കാണാൻ പറ്റുന്നത്. നമുക്ക് ഇവിടെ അക്കൗണ്ട് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഞെക്കുക. അതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്പർ റിക്വസ്റ്റ് കൊടുക്കുക. അപ്പം ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്പർ അത് നമുക്ക് അത്യാവശ്യമാണ് എല്ലാവർക്കും ഇതിനകത്ത് ദുബായ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ. അപ്പം ഇതിനകത്ത് കാണാം ഈ ഒരു ഫോം, ഇതൊരു ഓൺലൈൻ ഫോമാണ്. ഇത് നിങ്ങൾ ഫില്ല് ചെയ്യണം. ഇതിനകത്ത് നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾ ഇൻഡിവിജ്വലാണോ എങ്ങനെയാണെന്നുള്ള, കമ്പനി ബേസ്ഡ് ആണോ, പിന്നെ പാസ്പോർട്ട് നമ്പർ, മദർ നെയിം, നാഷണാലിറ്റി, റെസിഡൻസ് ഓഫ് കൺട്രി, പാസ്പോർട്ട് നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്, കൺട്രി, ഇമെയിൽ. ദെൻ ഇവിടെ മാത്രം നമ്മൾ ശ്രദ്ധിക്കും, ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യണം. ഇൻവെസ്റ്റർ കാർഡ് ഫോർ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് ഓൾ പർപ്പസ് ഉണ്ട്. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യണം. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. എന്നിട്ട് നിങ്ങൾ ബാക്കി ഡീറ്റെയിൽസും വാലിഡ് പാസ്പോർട്ട്, അതിൽ ട്രൂ കോപ്പി, നാഷണൽ ID ട്രൂ കോപ്പി, അറ്റാച്ച് സൈൻ ഫോർ ട്രൂ കോപ്പി, അതർ ഡോക്യുമെൻറ്റ്സ് എന്താ റിക്വയർമെൻറ്റ് എന്ന് വെച്ചാൽ ഇത് അപ്ലോഡ് ചെയ്യുക, ഇവിടെ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിത് ഓൾറെഡി സബ്മിറ്റ് ചെയ്ത ഒരാളാണ്. അപ്പം നിങ്ങൾ സെപ്പറേറ്റായിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് 2-3 ഡേയ്സിനുള്ളിൽ നമുക്കൊരു ഇമെയിൽ കിട്ടും, ഒരു ഇൻവെസ്റ്റർ നമ്പർ വെച്ചിട്ട്. അപ്പം ഈ ഇൻവെസ്റ്റർ നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ട്രേഡിങ്ങിന് വളരെ എളുപ്പമാണ്. പിന്നെ എന്ത് കാര്യങ്ങൾക്കാണ് ഈ ഇൻവെസ്റ്റ് നമ്പർ വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി അടുത്താണ് ഫൈൻഡ് എ ബ്രോക്കർ, അല്ലെങ്കിൽ ഒരു ബ്രോക്കറിനെ സെറ്റ് ചെയ്യുക. വീണ്ടും നമ്മൾ DFM.aക്ക് അത് കയറുക. അതിനകത്ത് നമുക്ക് മെമ്പർ, ഇതിനകത്ത് നമുക്ക് ബ്രോക്കറേജ് ഫേംസ് അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. ന്യൂ മെമ്പർ, ബ്രോക്കറേജ് ഫേംസ്, ബ്രോക്കറേജ് റാങ്കിങ്. അപ്പോൾ നമുക്ക് ഇത് സെലക്ട് ചെയ്താൽ ഏതൊക്കെ ബ്രോക്കറേജ് ഫേംസ് ഉണ്ട് നമുക്ക് കൂടെ ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ കിട്ടും. ഇവിടെ നോക്കിയാൽ തന്നെ നമുക്ക് ആദ്യം അബുദാബി ADCB സെക്യൂരിറ്റീസ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ബാങ്കാണ്. അതിൻ്റെ സെക്യൂരിറ്റീസ് ഉണ്ട്. പിന്നെ ADBI സെക്യൂരിറ്റീസ്, പിന്നെ അൻസാരി ഫിനാൻസ് സർവീസ്, പിന്നെ അങ്ങനെ നിങ്ങൾ നെയിം ചെയ്ത അത്രയ്ക്ക് ഫിനാൻഷ്യൽ സർവീസുകളുണ്ട് നമുക്ക് ബ്രോക്കറേജായിട്ട് വർക്ക് ചെയ്യാൻ. പിന്നെ ഓരോ ബ്രോക്കറേജിൻ്റെ ഫീസ് വേരി ചെയ്യും. അപ്പോൾ അത് ആ ബ്രോക്കറേജ് ചോദിച്ചിട്ട് നമുക്ക് ചെയ്യുക. അത് മാത്രമല്ല നമുക്ക് നിങ്ങളോട് നോക്കുവാണെങ്കിൽ നമുക്ക് ഓരോ മാസത്തെ ബ്രോക്കറിനെ നമുക്ക് റാങ്കിങ് ചെയ്ത് ഓൾറെഡി ദുബായ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ഇടുന്നുണ്ട്. അതായത് ഇപ്പം നിങ്ങൾ ഇത് ക്ലിക്ക് ചെയ്താൽ ഇതുണ്ട്, ഈ ജാനുവരിയിൽ വെച്ചിട്ട് അവർ റാങ്കിങ് ചെയ്യുന്നുണ്ട് ഓരോ. അങ്ങനെ ആ റാങ്കിങ് വെച്ച് നമുക്ക് ഇതെടുക്കാം. നിങ്ങളിങ്ങനെ ഫേംസ് എടുത്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് കിട്ടും. പിന്നെ ഇതിൻ്റെ ബ്രോക്കറേജ് നോക്കാം. നമുക്ക് ഒരെണ്ണം ഓപ്പൺ ചെയ്ത് നോക്കാം. അബുദാബി ADCBയുടെ സെക്യൂരിറ്റിയുടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ബ്രോക്കറേജ്, ഇൻഡിവിജ്വൽ ബ്രോക്കറേജ് പറയുന്നത് ക്യാഷ് ട്രേഡ് വെബ്സൈറ്റിൽ കൊടുത്തേക്കുന്നത് 0.275% ആണ് കൊടുത്തേക്കുന്നത്. ഓരോ അതിൻ്റെ ട്രേഡ് വാല്യൂയുടെ കമ്മീഷൻ എന്ന് പറഞ്ഞത് എന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പം എക്സാമ്പിൾ നോക്കണമെങ്കിൽ 0.275% നിങ്ങളിപ്പോൾ ഒരു 10,000 dirhams അല്ലെങ്കിൽ 5,000 dirhams ഇടുമ്പോൾ ഇൻറ്റു 5,000 13 dirhams ആണ് അതിൻ്റെ ചാർജസ് വരുന്നത്. 5,000 ഇടുമ്പോൾ
അപ്പം ഇതാണ് ഇത് ചാർജസ്. അത് നിങ്ങൾ എന്നാലും നിങ്ങൾ ഓരോ ബ്രോക്കറിനെ കോൺടാക്ട് ചെയ്യുമ്പോൾ അവരോട് ചോദിക്കുക എത്രയാണ് ചാർജസ് എന്ന്. അപ്പോൾ ബ്രോക്കറിനകത്ത് നിങ്ങൾ ഓൾറെഡി അവരുടെ സമീപിച്ചിട്ട് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ കൊടുത്താൽ ഏകദേശം 48 hours നിങ്ങൾക്ക് ഇതിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആയിട്ട് കിട്ടും. പിന്നെ അടുത്തെന്ന് വെച്ചാൽ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുക. അതായത് നിങ്ങളുടെ ബാങ്കിൽ നിന്ന് ഇവർക്ക് ഇത് ബ്രോക്കർ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് തരും. ആ അക്കൗണ്ടിലോട്ട് നിങ്ങൾ പൈസ ട്രാൻസ്ഫർ ചെയ്യുക. പൈസ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഫണ്ട് അവിടെ കിട്ടും. നിങ്ങൾക്ക് അവിടുന്ന് പ്ലാറ്റ്ഫോമിലോട്ട് നിങ്ങൾക്ക് ഫണ്ട് മാറ്റി നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയോ ട്രേഡ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ഫൈനലായിട്ട് ഇതാണ് DFMൻ്റെ മാർക്കറ്റ് വാച്ച് ചെയ്യുന്ന ഏരിയ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്കിത് കാണാൻ പറ്റും. എല്ലാ ഫേമസ് കമ്പനികളും ഇവിടെ ഉണ്ട്. ഇമാർ, BID. ഇപ്പം ഇതിനകത്ത് എല്ലാ കമ്പനീസിൻ്റെ ഡീറ്റെയിൽ ഇവിടെ കിട്ടും. ലൈവ് മാർക്കറ്റ് നിങ്ങൾക്ക് ഇത് വാച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഇമാർ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഡീറ്റെയിൽ വേണമെങ്കിൽ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ഫുൾ ഡീറ്റെയിൽ ഇമാർ പ്രോപ്പർട്ടി, അതിൻ്റെ ഡീറ്റെയിൽ, പ്രൊഫൈൽ, സമ്മറി, ഓപ്പണിംഗ്, ക്ലോസിംഗ് പ്രൈസ്, ഓപ്പണിംഗ് പ്രൈസ്, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചാർട്ട് എല്ലാം സെപ്പറേറ്റ് ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പോർട്ട്ഫോളിയോ നോക്കിയാൽ അതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്നാൽ ലിസ്റ്റ് ചെയ്തത് എത്രയാണ്, അതിൻ്റെ ക്യാപിറ്റൽ നിന്ന്, ഇഷ്യൂ ഷെയർ എത്ര ഉണ്ടെന്നും പെർ വാല്യൂ ഓഫ് ഷെയർസ് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം ഇങ്ങനെയാണ് ദുബായ് ഫിനാൻഷ്യൽ മാർക്കറ്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ അത് കിട്ടിയെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. കൂടുതലായിട്ട് ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ബിക്കോസ് നല്ലൊരു വെൽത്ത് ക്രിയേഷൻ മെത്തേഡ്സ് ആണ് ഇതൊക്കെ. നമുക്കൊരു ഗ്രാജുവലി ഒരു ഗ്രോത്ത് ഉണ്ടാക്കാൻ, പ്രത്യേകിച്ച് പ്രവാസിയായൊക്കെ ഇവിടെ നിന്നിട്ട് തിരിച്ച് നാട്ടിൽ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ ഒന്നും കാണത്തില്ല. 10 വർഷം ജോലി ചെയ്തവർക്കൊന്നും ഒരു സമ്പാദ്യവും കയ്യിൽ കാണത്തില്ല. അപ്പം നമുക്ക് നല്ലൊരു ഫോർച്യൂൺ ഇതിനകത്തൊന്നും ഉണ്ടാക്കാൻ സാധിക്കും ഓവർ ദ ടൈം. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. പിന്നെ ഇതിനെക്കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ കാണുന്ന നമ്പർ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.